ഇവിടെ ഒന്നും ആരെ കാണാനും ഇല്ലല്ലോ. അയ്യോ അണ്ണാ, അയ്യോ അണ്ണാ, ചേട്ടത്തി, അയ്യോ ഇറക്കി പോളെ. എന്റെ അണ്ണനെന്തിനു വേണ്ടിയാന്ന് എന്റെ ചിന്ത ചങ്ക പൊട്ടി ചാവയുള്ളു. എനിക്കെന്തോന്ന് പറ്റേ? എന്തുവാടാ നിനക്ക്? എന്താ ഒന്നും പറ്റിയില്ലേ? ചുമ്മാ ഇരുന്ന് വിളിച്ചു കൂടുന്ന പിന്നെ എന്തോ ഇത്? ചുമ്മാ അല്ല, വിളിച്ചു പറഞ്ഞു വയ്യെന്ന്. എന്താ പറ്റി? ആരെ വിളിച്ചു പറഞ്ഞു? ഓരോ പറഞ്ഞു പോയി. ആര് ആര് എന്തോ പങ്ങായി ഞാൻ വിളിച്ച് മകളെ ചുമ്മാ കള പറഞ്ഞിട്ടില്ല. ഞാൻ നിന്ന ആഴ്ചയിൽ വാ ഇവിടെ പ്രശ്നം പറഞ്ഞിട്ട് നീ വിളിച്ചാ രാമനെ? വിളിച്ചു അത് മാമേ. എന്ത് വാടി മാമൻ പറഞ്ഞ് ആങ്ങളെ വിളിച്ച പറ്റിക്കാൻ. പ്രാങ്കോൾ പ്രാങ്കോളോ? പ്രാങ്കോൾ അതായത് നിന്റെ കല്യാണം എന്നെ അറിയിച്ചില്ലല്ലോ. അതിന്റെ ഒരു വൈരാഗ്യം പണ്ട് പോലെ എന്റെ ഉള്ളിലുണ്ട്. അതാ ഈ പറഞ്ഞ ആള് ഞാന് വിളിച്ചത്. പണ്ടുപോലെ പ്രാങ്ക് അല്ല, അത് ഈ പ്രാങ്ക് ഒക്കെയാണ്. നല്ല അടിയാണ് കൊടുക്കേണ്ടവര്. അടിയായിരുന്നു അളിയാ കൊടുക്കേണ്ടത്. പിന്നെ കല്യാണം നടത്തിയിരിക്കുന്നത് ഞാൻ പോണ്. ഞാൻ അവിടെ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ ചിക്കൻ കറി പോരുതല്ല. വേറൊരു കാര്യം, നമുക്ക് ഒരുമിച്ച് ഇച്ചിരി നാരങ്ങാവെള്ളം കുടിക്കാം. ഞാൻ ഉണ്ടാക്കി തരാം നാരങ്ങ. ഉപ്പിട്ട് വേണോ നാരങ്ങ? അണ്ണ ഉണ്ടാക്കും. ഞാനും പറഞ്ഞു. അല്ല അവളൂടെ പറഞ്ഞു വന്നാലേ ശരിയാവും. അല്ല മണി, എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തോ നടക്കണം ഇവിടെ? അച്ഛാ, ഇതാണ് പ്രാങ്ക്. പ്രാങ്ക്? പ്രാന്ത്. പ്രാന്ത്. ഒരുത്തം വന്ന് നിലവിളിക്കുന്നു, അവള് വിളിച്ചു വരുന്നു. പേടിച്ചു പോയി. ഞാനോ നല്ല ഉറക്കമായിരുന്നു മണി. എന്തോന്നാ എടാ രാമ, അണ്ണ ഇതിനാണ് അണ്ണ എന്നെ ഇവിടെ ഇങ്ങോട്ട് അതൊക്കെ അതിനകത്തുള്ളവര് കേൾക്കുന്നു. നീ വാ, അവിടെ നിന്ന് പറയാം. ഇത് ഇരുന്നിട്ട് ഇപ്പൊ തോന്നുന്നു. അപ്പൊ ഇതിലായിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ അവിടെ വിളിച്ചു വരുത്തിയത് അല്ലേ? അതൊക്കെ പറ. ഞാന് വെട്ടിയിരിക്കുകയാടാ. നീ എന്തെങ്കിലും ഐഡിയ പ്രയോഗിച്ച് എന്നെ രക്ഷപ്പെടുത്താം. എന്താണ് അണ്ണാ ചുമ്മാ അണ്ണ? ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഉടായിപ്പൊക്കെ നിർത്തി അണ്ണ. ചുമ്മാ തമാശ പറയല്ലേ. കല്യാണം കഴിഞ്ഞാൽ നീയും കൂടെ എന്നെ കൈവിട്ടാല് ഞാൻ എന്തെങ്കിലും കടും ചെയ്യും. മനുഷ്യനെ നന്നാവാനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. മതി, ഇത്രയൊക്കെ നന്നായി മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയണ്ട. നമുക്കിതെല്ലാം കൂടെ ചെന്ന് അണ്ണന്റെ അടുത്ത് ചേട്ടത്തി തുറന്നങ്ങ് പറയാം. അത് വേണ്ട, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അത്രയും വലിയ പ്രശ്നം ഒന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു ഐഡിയ ഇടാം. കട്ടയ്ക്ക് കൂടെ നിന്നോളണം. അല്ല, കട്ടയ്ക്ക് കൂടെ നിൽക്കുകയൊക്കെ ചെയ്യാം. ഐഡിയ വശക്കേടൊന്നും അല്ലല്ലോ. വശക്കേട കേട്ടല്ല കേട്ടല്ല. എന്റെ ഐഡിയ വശക്കേട്. പിന്നെ അങ്ങനെ പറഞ്ഞല്ലടാ. പിന്നെ അല്ല, നിന്റെ ഐഡിയ നല്ലതായിരിക്കും. നല്ല കഴിവുള്ളവനാണ്. അപ്പം കൊള്ളല്ലേ? അല്ല, പോയിട്ട് പെട്ടെന്ന് തോന്നാ നാരങ്ങ വെള്ളം കുടിക്കലൊക്കെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞാ? അത് തണുപ്പായോണ്ട് പെട്ടെന്ന് കുടിച്ചു. തണുപ്പായുണ്ടോ? അണ്ണാ അതല്ല അണ്ണ, ഞാൻ ഒരു കാര്യം പറയാനാണോ നമ്മളെ പൂച്ച ബിസിനസ് ഏതായാലും കുളമായി. ഞാൻ പുതിയൊരു ബിസിനസ് പ്ലാനും കൊണ്ടുവരണം. വണ്ടിപ്പോല് 2.5 ലക്ഷം രൂപയാണ് പോയത്. അല്ല, ഇത് എന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് പിന്നെ ഇപ്പൊ ഇവന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന എന്തുവാ? എന്തുവാണ് നിങ്ങൾ പറയുന്നേ? എന്തുവാണ് ചേട്ടത്തി? ഇത് പുതിയൊരു ബിസിനസ് പ്ലാൻ. എന്തോന്നാന്ന് പറയാം. ഇനി ബിസിനസ് നടക്കാൻ പോകുന്നു. എടാ, നീ പറഞ്ഞൊരു ബിസിനസ് കാരണം ഞങ്ങളുടെ 2.5 ലക്ഷം രൂപയാണ് പോയത്. ഇനി ഒരു ബിസിനസ്സും കൊണ്ട് വരരുത് ദൈവം. അയ്യോ ചേട്ടത്തി, ഇത് അങ്ങനെയല്ല. ഇത് 5 പൈസ കയ്യിൽ നിന്ന് മുടക്കാത്ത ഒരു ബിസിനസ് പ്ലാൻ. അതെന്ത് ബിസിനസ്? ഹോം സ്റ്റേ.
ഓ പണ്ട് അങ്ങളെ നമ്മളോട് പറഞ്ഞു. ആ അത് തന്നെ. അല്ല ഹോം സ്റ്റേ അത് നീ എവിടെ തുറന്നു? ഇവിടെ. ഇവിടെ ഏയ് ഹോം സ്റ്റേയോ? ഇവിടെ പ്രായമായ 2 പെമ്പിള്ളാരുടെ വീടാന്ന് ഇവിടെ നടക്കത്തില്ല. നെല്ലെണ്ണ ഈ ഇത്തരം ചെറ്റത്തരത്തിനൊന്നും ഞാൻ കൂടെ വയ്ക്കത്തില്ല. ഓഹോ നിക്കൂലേ. എന്താ ഞാൻ ഒരു കാര്യം വേണ്ട, മറ്റേ പ്ലാന് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയാ മതി, ഞാൻ പോണം. എന്തോ മറ്റേ പ്ലാൻ? അത് മറ്റേ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളിന് ജോലി ഇല്ലായിരുന്നല്ലോ, അപ്പൊ അങ്കിളിന്റെ ജോലിക്കാരിയാണ് മറ്റേ പ്ലാൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഹോം സ്റ്റേ അത് തെളിച്ച് പറയണ്ട. ഹോം സ്റ്റേ നല്ല പരിപാടിയാ. വരുമാന മാർഗമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഹോം സ്റ്റേ നല്ലൊരു ഇടപാടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഇത് നമ്മളെല്ലാരും കൂടെ ഏറ്റെടുത്തങ്ങ് അച്ഛാ ആണുങ്ങൾക്ക് കൊടുക്കണ്ട, പെണ്ണുങ്ങൾക്ക് കൊടുക്കാലോ. അത് പോയത് അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. ആൺപിള്ളേര് വരുമെന്നുള്ളതായിരുന്നു എനിക്ക് പേടി. അല്ല ലേഡീസ് ആണെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ വേണ്ടേ? അറിയാവല്ലോ അളിയാ, കാണുമ്പോ തന്നെ നമുക്ക് അറിയാവല്ലോ. അത് പിന്നെ നമ്മുടെ റാമങ്കള് വിളിച്ചു കഴിഞ്ഞാൽ മണി പോലത്തെ പെമ്പിള്ളേർ ഇവിടെ നേരം നിൽക്കൂലേ. അല്ല, നല്ല സേഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് പ്ലാൻ ആണ്. കാരണം മുതൽ മുടക്കില്ലാതെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കാര്യം, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ഞാൻ വെറുതെ കിടക്കുകയല്ലേ. കണ്ടാ വെറുതെ കിടക്കയില്ലേ. സിറ്റുവേഷൻ ഒക്കെ ഒരു നല്ല രീതിയിലാവൂല്ലോ. കേട്ടിട്ട് കൊള്ളാം. എന്റെ ഞങ്ങളെ നമ്മൾ ഇച്ചിരി ചോറ് വെക്കുന്നു, ഇച്ചിരി കൂട്ടാൻ വെക്കുന്നു, തോരൻ വെക്കുന്നു, ഇച്ചിരി കറി ഉണ്ടാക്കുന്നു, ഒരു പപ്പടം കാച്ചുന്നു, ഇച്ചിരി അച്ചാറ്, ഇതെല്ലാം ഇവിടെ അവർക്കൂടെ വിളമ്പി കൊടുക്കുന്നു. നമ്മള് മാസം ഒരു 10,000, 5,000, 7,000, 8,000, 10,000 വീട് വാങ്ങിക്കുന്നു. അത്രേ ഉള്ളു കാര്യം. വേറെ എക്സ്ട്രാ ചെലവില്ല. എക്സ്ട്രാ ചെലവില്ല. നല്ല പരിപാടിയാ. ഞാൻ ഈ കാര്യം പറയുമ്പോ തന്നെ ഒരാൾ ഇത് വരാൻ സമ്മതിച്ചു. അതിനെടുക്കാം. ക്ലയന്റ് പോയോ? പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണ്ടേ. പ്ലാന് വെറുതെ. അല്ല അക്കാര്യത്തിൽ മിടുക്കണം. അപ്പൊ അത് ഓക്കെ പിന്നെ ഒരു കാര്യമില്ല. പാസ്സാക്കല്ല. ആലോചിക്കാം. നിങ്ങൾ എല്ലാരും താല്പര്യപ്പെട്ട് നിൽക്കല്ലേ, നല്ല കേസുമാണ്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അല്ല വേറെ കാര്യം പറയുമ്പോ ഇതില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് പച്ച പിടിച്ചാൽ ഇതിപ്പോ താങ്ക് യു അളിയാ. അതെന്താറിയാമോണ, ഇത് ഞാൻ പച്ച പിടിച്ചില്ലെങ്കിലും നമ്മളെ അണ്ണൻ കയറിയൊക്കെ പച്ച പിടിച്ചോളൂ. അത് മനസ്സിലായില്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.